എനിക്കറിയാം ചില പ്രയാസങ്ങൾ, വാർത്തകളൊക്കെ ഇതൊക്കെയായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടാവുന്നുണ്ട്. സ്ഥാനാർത്ഥി പട്ടികയുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുണ്ട്. അതിന്റെ കാലതാമസവുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ വാർത്തകൾ ഉണ്ടായിട്ടുണ്ട്. എംപിമാരുടെ മത്സരവുമായി ബന്ധപ്പെട്ട വാർത്തകൾ ഉണ്ടായിട്ടുണ്ട്. അതൊന്നും നിഷേധിക്കുന്നില്ല, നിഷേധിച്ചിട്ടൊന്നും സംഭവിച്ചില്ല എന്ന് പ്രഖ്യാപിക്കാനോ പ്രസംഗിക്കാനോ വന്നതല്ല. അത്തരം വാർത്തകൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഒരു കാര്യം നിങ്ങൾ ഓർക്കുക, കാൻഡിഡേറ്റിനെ പ്രഖ്യാപിച്ച് കാൻഡിഡേറ്റ് ഫീൽഡ് ചെയ്യുമ്പോ എന്താണ് നാട്ടിൽ നടക്കുന്നത് എന്നുള്ളത് ഇന്ന് നിങ്ങൾ ഇവിടെ കാണിച്ചു തന്നിട്ടുണ്ട്. നിങ്ങളെപ്പോലുള്ള ആളുകൾ ആത്മാഭിമാനത്തോടെ രംഗത്തിറങ്ങുമ്പോ എന്താണ് തെരഞ്ഞെടുപ്പ് ചിത്രം എന്നുള്ളത് ഇന്ന് ഈ ഇരിട്ടി നഗരം, പേരാവൂർ നിയോജകമണ്ഡലം ഇന്ന് ഈ നാട്ടിലെ ജനങ്ങളോട് പറയുന്നുണ്ട്. കേരളത്തിലെ മുഴുവൻ UDF കാൻഡിഡേറ്റ്സും ഫീൽഡ് ചെയ്താൽ, ആ UDF കാൻഡിഡേറ്റ്സിനൊപ്പം പ്രവർത്തകർ തെരുവിലിറങ്ങിയാൽ അതൊരു കൊടുങ്കാറ്റായി മാറും. ഈ സർക്കാർ കഥപുഴകി മാറും എന്നുള്ള കാര്യത്തിന് ഒരു സംശയവും നിങ്ങൾക്ക് കേരളത്തിൽ വേണ്ട. കാരണം ഈ ഇഷ്യൂസിനെല്ലാം അപ്പുറത്തേക്ക് ജനങ്ങൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ അത് അവിടെ തന്നെ നിൽക്കുക. അതിന്റെ പരിഹാരങ്ങൾ അതിനവർ നമ്മളെയാണ് പ്രതീക്ഷയോടെ ഉറ്റുനോക്കുന്നത്. ആ പ്രതീക്ഷ നമ്മുടെ മേലുള്ള ഉത്തരവാദിത്തമാണ്. ആ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റാൻ നമ്മൾ രംഗത്തിറങ്ങിയേ പറ്റൂ. എല്ലാം ശരിയാക്കി തരാമെന്ന് പറഞ്ഞവർ ജനങ്ങളെ ശരിയാക്കി ഒരു വഴിക്കാക്കിയതിന്റെ പ്രതിഷേധം ഇന്ന് ഈ നാട്ടിലെ ജനങ്ങൾക്കിടയിലുണ്ട്.